എന്താ പരിപാടി? നാരങ്ങ അച്ചാർ ഇടുക. നാരങ്ങ അച്ചാറോ? എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു നാരങ്ങ അച്ചാറിന്റെ വീഡിയോ ഇട്ടാലോ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞങ്ങള് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ എല്ലാവർക്കും സാധനം പറഞ്ഞേ സ്വാഗതം. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. നാരങ്ങ ഓൾറെഡി പുഴുങ്ങി വെച്ചേക്കുക അല്ലേ? അപ്പൊ പുഴുങ്ങി വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ പുഴുങ്ങിയതിന് ശേഷം അപ്പൊ ആദ്യം തന്നെ അച്ചാറിടാൻ നാരങ്ങ ഒന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഒരു ചട്ടി വെച്ചു, നമ്മൾ ചൂടായപ്പോൾ നല്ലെണ്ണയാണ് ചേർക്കുന്നത് നമ്മുടെ അച്ചാറിന്. നല്ലെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഇടാറായി കൂട്ടേ? എന്തൊക്കെയാ നമ്മൾ പൊടി എടുത്തേക്കുന്നത്? പൊടി തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി. നല്ലോണം ഈ പരുവത്തിൽ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് പൊടി നല്ലോണം മൂക്കണം അല്ലേ മുന്നേ? അപ്പൊ നമ്മുടെ പൊടിയെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പുഴുങ്ങി അരിഞ്ഞ് വെച്ച നമ്മുടെ നാരങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമ്മൾ ഇളക്കണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ കുട്ടൂസേ? ഉപ്പിട്ട് നല്ലോണം ഇളക്കണം അല്ലേ? ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി എപ്പോഴാണ് നമ്മൾ ഇറക്കുന്നത്? ഇനി ഇതിപ്പോ ഇറക്കും. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഇറക്കി ഇച്ചിരി വിനാഗിരി ഒഴിച്ചു വെക്കും. സ്റ്റവ് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടായി. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കും. നല്ലോണം തണുത്തല്ലേ കുട്ടൂസേ? കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മുടെ അച്ചാർ നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചേറെ നേരം നമ്മൾ തണുക്കാൻ വിട്ട് കേട്ടോ. ഒരു ഒരു മണിക്കൂറോളം നമ്മൾ തണുക്കാൻ വിട്ടതിന് ശേഷം നല്ല വിനാഗിരി ഒഴിച്ച് നമ്മൾ ഇതിനകത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഞാനും പെണ്ണുസുറ വെളിയിലൊക്കെ ഇന്ന് പോയി. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നല്ല സൂപ്പറായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാടൻ രീതിയിൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഒന്ന് കയ്യിലെടുത്ത് സൂപ്പർ. അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള കുട്ടൂസിന്റെ നാരങ്ങ അച്ചാർ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നിർത്തിയാലോ? അപ്പൊ എന്താണെങ്കിലും നമ്മുടെ അച്ചാറിന്റെ വീഡിയോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് നമ്മുടെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.